ഇന്ന് നമുക്ക് ഒരു പരിപ്പ് കറി ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. പരിപ്പ് കണ്ട വെന്ത്, പക്ഷെ ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വേപ്പിലയും. നമുക്ക് ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് ചൂടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർക്കാം. ആവശ്യത്തിന് വേപ്പില. പിന്നെ ഇവിടെ ഇടിച്ച മുളകാണ് കേട്ടോ നമ്മൾ ചേർക്കണം. ഇടിച്ച മുളക് നന്നായി മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളി കൂടെ ചേർക്കുന്നുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പ് ചേർക്കാം. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് പരിപ്പ് വേവിക്കുമ്പോൾ. വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇതാണ് നമ്മുടെ പരിപ്പ് കറി. ഇതിലേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഉണക്കമീൻ ഉണ്ടല്ലോ, മാന്തൾ, അതൊക്കെ ഉണ്ടെങ്കിണ്ടല്ലോ ചോറുണ്ണൽ അടിപൊളിയാട്ടാ. അല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ? നിങ്ങളിങ്ങനെ ചെയ്യുമോ? ഈ പരിപ്പ് കറിയിലേക്ക് ഉണക്കമീനൊക്കെ കൂട്ടിയിട്ടാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.